നമ്മളിപ്പോൾ ഒരു പുസ്തകം എങ്ങനെയാണ് പിക്ക് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഏത് സമയത്താണ് ഒരു പുസ്തകം നമ്മൾ വായിക്കുന്നത് എന്നുള്ളത് എപ്പോഴും നമ്മൾ തന്നെ തീരുമാനിക്കുന്നതായിക്കൊള്ളണമെന്നില്ല. ആ പുസ്തകത്തെക്കുറിച്ച് ചിലപ്പോൾ നമുക്കറിയുന്ന ഒരാൾ സംസാരിക്കുന്നത് കേട്ടിട്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും വായിച്ചിട്ടോ, നെറ്റിൽ കണ്ടിട്ടോ ഒക്കെ ആയിരിക്കും നമ്മൾ ആ പുസ്തകത്തിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പോൾ ഓരോ പുസ്തകത്തിനും ഓരോ കഥ പറയാനുണ്ട്. ഒരാൾ ഒരു പുസ്തകം എഴുതാൻ ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ അയാളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓരോ പേജിലും നമ്മൾ കാണുന്നത് അയാളുടെ മൊത്തം ജീവിതത്തിൽ അയാൾ ആ ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചതിൻ്റെ, അയാൾ പഠിച്ചിട്ടുള്ളതിൻ്റെ, അയാൾ ഗവേഷണം നടത്തിയിട്ടുള്ളതിൻ്റെ ഒരാകത്തുകയാണ്. അപ്പോൾ ഇത് ഒരു നമ്മൾ പറയുകയാണെങ്കിൽ ഒരു നോൺ ഫിക്ഷൻ പുസ്തകത്തിനെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല. ഈവൻ നോവലുകളാണെങ്കിൽ പോലും അതിലൊക്കെ പെർസ്പെക്റ്റീവ് ഉണ്ട്. നോവലുകളെ കുറിച്ചിട്ട് പല മഹാന്മാരായിട്ടുള്ള എഴുത്തുകാരും പല അഭിപ്രായങ്ങൾ, വളരെ കാലം നിലനിൽക്കുന്ന അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ദസ്തേവസ്കിൻ്റെ ബുക്ക് വായിക്കാനായിട്ട് എടുക്കുകയാണ്. അപ്പോൾ ദസ്തേവസ്കി എന്താണ് ചെയ്യുന്നത്? ആദ്യത്തെ ഒരു 150-200 പേജിലൊന്നും കാര്യമായിട്ടൊന്നും സംഭവിക്കുന്നില്ല. വളരെ പെയിൻഫുള്ളി ദസ്തേവസ്കി ഒരു ലോകം തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ, അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, അതിങ്ങനെ വളർന്ന് വളർന്ന് വന്ന് അവസാനം ഈ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വേൾഡ് ഇതേ ഒരു 200 പേജൊക്കെ എടുത്ത് ബിൽഡ് ചെയ്തതിന് ശേഷമാണ് പിന്നെ ഇതിലെ ഓരോ പാർട്സും എന്ത് ചെയ്യാണ്, പരസ്പരം ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് മറ്റൊരു ലോകം സൃഷ്ടിക്കുകയാണ്. അപ്പോൾ ഈ പുതിയ ലോകത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ഇൻട്രിക്കേറ്റായിട്ട് ഓരോ സ്ഥലത്തും പ്ലേസ് ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ എലമെൻറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇൻട്രാക്ട് ചെയ്ത് വരികയാണ്. ഇപ്പോൾ ടോൾസ്റ്റോയിൻ്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോഴും നമ്മൾ ആ ഒരു രീതിയിലുള്ള ഒരു ഭംഗി നമുക്ക് കാണാം. അപ്പോൾ ഇങ്ങനെയുള്ള ക്ലാസിക്കുകളൊക്കെ നമ്മൾ വായിച്ച് നമ്മളെ തന്നെ നമ്മൾ സ്വയം മാറ്റിക്കൊണ്ട് വരുമ്പോഴാണ് നമുക്ക് ഓരോ കാലത്തെയും, ഇത് ലിറ്ററേച്ചർ ഈസ് ലിറ്ററലി ടൈംലെസ്, ഓരോ കാലത്തെ ട്രാൻസെൻഡ് ചെയ്യാൻ പറ്റുന്ന അതത് കാലഘട്ടത്തിലെ ഏറ്റവും പെക്യുലാരിറ്റി ഉള്ള ചിന്തകളെയൊക്കെ എന്താ പറയുക, വായിക്കുന്നതോടൊപ്പം തന്നെ അതിനപ്പുറത്തേക്ക് വളരാനുള്ളൊരു ശേഷി എന്തോ ലിറ്ററേച്ചറിനുണ്ട്. ഇതേപോലെ തന്നെയാണ് ഒരുപാട് കാലം നിലനിൽക്കുന്ന, നമ്മളെ ചിന്തിപ്പിക്കുന്ന ഈ നോൺ ഫിക്ഷൻ പുസ്തകങ്ങൾ. അപ്പോൾ ഞാൻ വായിക്കുന്ന പുസ്തകങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ്, ഈ പറഞ്ഞ പോലെ വളരെ യാദൃശ്ചികമായിട്ടായിരിക്കും നമ്മൾ ഓരോ പുസ്തകങ്ങൾ പിക്കപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പുസ്തകവും അങ്ങനെയുള്ളൊരു പുസ്തകമാണ്. എൻ്റെ ഒരു സുഹൃത്ത് എന്നെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ തൃശ്ശൂർ ഞാൻ താമസിക്കുന്ന സമയത്ത് വന്നപ്പോൾ നമ്മളിങ്ങനെ എക്കണോമിക്സിനെ കുറിച്ചിട്ടും ഇന്ത്യയെക്കുറിച്ചിട്ടും ഇന്ത്യൻ എക്കണോമിനെ കുറിച്ചിട്ടും ഒക്കെ സംസാരിക്കുമ്പോൾ അദ്ദേഹം സജസ്റ്റ് ചെയ്തിട്ടുള്ള വളരെ എന്താ പറയുക, എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചൊരു പുസ്തകത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഈ പുസ്തകത്തിനെ കുറിച്ച് പറഞ്ഞു വരുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ റൈറ്റർ, ഓഥർ ചിലപ്പോൾ നിങ്ങൾക്ക് മുമ്പേ അറിയുന്ന ആളായിരിക്കും. അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസ്സിലൊക്കെ വളരെ കാലം ഇന്ത്യൻ എക്കണോമിനെ കുറിച്ചുള്ള ആർട്ടിക്കിളുകൾ എഴുതി. പലപ്പോഴും ഇപ്പോൾ ഈ UPSCക്കൊക്കെ പഠിച്ചിട്ടുള്ള ആളുകൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള പേരായിരിക്കും ഹരീഷ് ദാമോദരൻ. അപ്പോൾ ഹരീഷ് ദാമോദരൻ ഇങ്ങനെ ഒരു പുസ്തകം എഴുതിയിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു, ഒരു 4-5 മാസം മുമ്പ് വരെ, ഇപ്പോൾ ഈ പുസ്തകം ഞാനെടുത്ത് വായിക്കുന്നത് വരെ. അപ്പോൾ ഹരീഷ് ദാമോദരൻ്റെ ഇന്ത്യാസ് ന്യൂ ക്യാപിറ്റലിസ്റ്റ് എന്നീ ഒരു പുസ്തകം ഒരുപാട് പെക്യുലർ ആയിട്ടുള്ള ഒരു എന്താ പറയുക കമ്മ്യൂണിറ്റീസ്, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡൈവേഴ്സ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള പുസ്തകമാണ്. ഇന്ത്യാസ് ന്യൂ ക്യാപിറ്റലിസ്റ്റ് എന്നുള്ള പേരുള്ള ഈ ഒരു പുസ്തകം എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻ എക്കണോമിയിലും സമകാലിക രാഷ്ട്രീയത്തിലും ഇനി നാളെ ഇന്ത്യൻ എക്കണോമി എങ്ങോട്ടായിരിക്കും പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചിട്ടൊക്കെ ചിന്തിക്കുന്ന, അതിനെക്കുറിച്ചൊക്കെ അഭിപ്രായമുള്ള മനുഷ്യർ വായിച്ചിരിക്കേണ്ട പുസ്തകമാണ്. അപ്പോൾ ഈ പുസ്തകത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇതിനൊരു എന്താ പറയുക, ഇതിന് പുസ്തകത്തിന് ഒബ്വിയസ്ലി ഒരു ഫോർവേഡും മറ്റുമൊക്കെ ഉണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ഇതിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ്റെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ, കഴിഞ്ഞ ഒരു 5000 വർഷത്തെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അതിനെ ഒരു മെറ്റീരിയലിസ്റ്റിക്കലി നമ്മൾ റീഡ് ചെയ്യുമ്പോൾ, ഇപ്പോൾ മാർക്സിൻ്റെ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം വളരെ ഫേമസ് ആണ്. അത് ഹിസ്റ്ററീനെ റീഡ് ചെയ്യാനുള്ളൊരു ഫ്രെയിം വർക്ക് എന്ന നിലയിൽ ഒട്ടും ഏറെക്കുറെ വളരെ അക്യുറേറ്റ് ആണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കുറച്ച് കൺട്രോളുകളും കുറച്ച് കാലാനുസൃതമായ മാറ്റങ്ങളൊക്കെ ആ തിയറിയിൽ വരുത്തണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ ഒരു എക്കണോമിക് ഡൊമൈനിൻ്റെ ഇപ്പുറത്തേക്ക് ചരിത്രത്തെ മനസ്സിലാക്കുന്ന സമയത്തും ഒക്കെ ഈ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം അഥവാ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിന് ഒരുപാട് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഉണ്ട് എന്നുള്ള ഒരു അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ. അതിനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പക്ഷേ നമ്മളതിൽ നോൺ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ആസ്പെക്ട്സ്, റിലീജിയൻ ആയിരിക്കാം, കാസ്റ്റ് ആയിരിക്കാം, പൊളിറ്റിക്സ് ആയിരിക്കാം, ഇതൊക്കെ എങ്ങനെ മെറ്റീരിയലിസത്തിനെ നിർവചിക്കുന്നു അല്ലെങ്കിൽ ഭൗതികവാദത്തെ നിർവചിക്കുന്നു എന്നുള്ള നിലയിലൊക്കെയുള്ള ചിന്തകൾ കൂടി ഉൾപ്പെടുത്തണമെന്ന് മാത്രമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിവേയ്സ്, അപ്പോൾ ഈ ഒരു പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതൊരു മോഡേൺ നാഷൻ സ്റ്റേറ്റ് ആയിട്ട് ഇന്ത്യ മാറുമ്പോൾ ഇന്ത്യയിൽ സംഭവിച്ചിട്ടുള്ള രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മാറ്റങ്ങളെ
ഇന്ത്യയുടെ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് എങ്ങനെ ഉപയോഗപ്പെടുത്തിയെന്നും അവരെങ്ങനെ വളർന്നു വന്നുവെന്നും അതുപോലെ തന്നെ എന്തുകൊണ്ട് ചില പോക്കറ്റുകളിൽ മാത്രം ഇപ്പോൾ ഈ ഒരു പുസ്തകത്തിൻ്റെ എന്താ പറയുക കണ്ടൻറ്റ് പോർഷൻ ഞാനിപ്പോൾ ഒരിക്കൽ കൂടി ഒന്നെടുത്ത് വായിച്ചു നോക്കുമായിരുന്നു. അപ്പോൾ അതിനകത്ത് ഈ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള പോർഷൻസൊക്കെ ഇന്ത്യയുടെ ഈ ഡൈവേഴ്സിറ്റീനെ അതേപോലെ എന്താണ് എടുത്തു കാണിക്കുന്ന ഭാഗങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട് ഈ പുസ്തകത്തിൻ്റെ. അത് ഇന്ത്യയിലെ പഴയ മെർച്ചൻ്റ് കമ്മ്യൂണിറ്റീസിനെ കുറിച്ചിട്ട് നമുക്കറിയാം. ഈ മധ്യകാലഘട്ടങ്ങളിലൊക്കെ മീഡിയവൽ ഇറയിലൊക്കെ ഇന്ത്യയുടെ ഏത് ഗവൺമെൻറ്റുകൾ ഉണ്ടായാലും പലപ്പോഴും ഒരു കൊളോണിയൽ ചരിത്ര രചന ഇന്ത്യേൻ്റെ ചരിത്രത്തെ ഡിവൈഡ് ചെയ്തിട്ടുള്ളതിൽ പാളിച്ചകളൊക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയുണ്ടാവും. ഒരു ഹിന്ദു കാലഘട്ടം, പിന്നെ ഒരു മുസ്ലിം കാലഘട്ടം, പിന്നെ ഒരു ബ്രിട്ടീഷ് അല്ലെങ്കിൽ ഒരു വെസ്റ്റേൺ കാലഘട്ടം എന്നുള്ളൊരു പെർസ്പെക്റ്റീവിലാണ് അവർ ഇന്ത്യൻ ചരിത്രത്തെ നിർവചിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മൾ അതിനെ ഇഴകീറി പരിശോധിക്കുമ്പോൾ നമുക്ക് ചില സത്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഈ സർക്കാരിൻ്റെ മുകൾ തട്ടിലിരിക്കുന്ന രാജാവിൻ്റെ മതം എന്നുള്ളതിലുപരി അദ്ദേഹം വന്നിട്ടുള്ള സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നും അതുപോലെ തന്നെ അതിൻ്റെ കമ്മ്യൂണിറ്റി ഇപ്പം ഞാൻ പലപ്പോഴും തമാശയായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പം നിങ്ങളൊരു 18-ാം നൂറ്റാണ്ടിലോ 17-ാം നൂറ്റാണ്ടിലോ ഇന്ത്യയിൽ വന്നിട്ട് ഒരു രജപുത്തനെ ചൂണ്ടി അയാളും ഒരു എന്താ പറയുക ഒരു ദളിതനായിട്ടുള്ള ഒരു ഹിന്ദുവിനെ കാണിച്ച് നിങ്ങളൊരു മതത്തിൽപ്പെട്ടവരാണ്, നിങ്ങൾ ഒരുപോലെയാണെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അയാൾ വയലൻ്റായിട്ട് ഒരു യുദ്ധം വാളൊക്കെ എടുത്തിട്ട് പ്രതികരിച്ചേക്കാം. ഇതുപോലെ തന്നെയാണ് മുഗൾ കാലഘട്ടം എടുക്കുകയാണെങ്കിൽ മുഗൾസിനെ എടുക്കുകയാണെങ്കിൽ അവർ സ്വയം വിളിച്ചിരുന്നത് ഗുർഖാനി എന്നാണ്. ഗുർഖാനി എന്ന് പറഞ്ഞാൽ ആ ഒരു ഫാമിലീനെ അവരുടെ തിമുറിഡ് ആൻസിസ്ട്രി ഉള്ള ഫാമിലി അവർ സ്വയം വിളിച്ചിരുന്ന ഒരു നാമമാണ്. അപ്പോൾ ഒരു തിമുറിഡ് ഗുർഖാനിയും അതായത് ഒരു മുഗൾ റോയൽ ഫാമിലിയുള്ള ഒരാളെയും ഒരു നെയ്ത്തുകാരനായിട്ടുള്ള ഒരു സാധാരണ മുസ്ലിമിനെ കാണിച്ചിട്ട് നിങ്ങൾ രണ്ടുപേരെ മതത്തിൽപ്പെട്ടവരാണ്, നിങ്ങൾ ഒരേപോലെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളും വളരെ വയലൻ്റായിട്ട് പ്രതികരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ കാസ്റ്റ് എന്ന് പറയുന്ന സംഗതി, കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന സംഗതിനെ ഒന്നും റിയലായിട്ട് നിർവചിക്കുവാനും അത് എങ്ങനെ ആളുകളെ ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ ഇതൊക്കെ നമ്മളെ എങ്ങനെ ബാധിക്കുന്നുവോ ഇതിൽ നിന്ന് എത്ര വ്യത്യസ്തമായിട്ടാണ് ആ ഒരു കാലഘട്ടത്തിൽ ഇത് നമ്മളെ ബാധിച്ചിരുന്നത് എന്നുള്ളതൊക്കെയുള്ള അനാലിസിസുകളിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഈ ഒരു കൊളോണിയൽ ചരിത്രരചനയ്ക്ക് വലിയ കാര്യമൊന്നുമില്ല എന്ന് കാണാം. ഇപ്പം ഞാൻ പലപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ് ബാറ്റിൽ ഓഫ് തളിക്കോട്ട 1556 ഡക്കാൻ പീഠഭൂമിയിൽ നടന്ന സുപ്രസിദ്ധമായിട്ടുള്ള യുദ്ധം. അപ്പോൾ അവിടെ ഈ പറയുന്ന ഒരു പിൽക്കാല ചരിത്രരചന അതൊരു ഹിന്ദു ബാറ്റിൽ എന്തായാലും ഹിന്ദു കിങ്ഡത്തിനെ ഒരു മുസ്ലിം 5 മുസ്ലിം സുൽത്താൻമാരുടെ ഒരു കൺസോർഷ്യം ഡിഫീറ്റ് ചെയ്യുന്നു ഒറ്റയടിക്ക്. അപ്പോൾ അതിൽ തന്നെ ഉള്ള എന്താ പറയുക ഈ റിലീജിയസ് കോണറ്റേഷൻ അതിനുശേഷം നമ്മുടെ വിജയനഗര എംപയർ തകർന്നടിയുന്നു, ഹംപി അനാഥമാക്കപ്പെടുന്നു, കൊള്ളയടിക്കപ്പെടുന്നു. അപ്പോൾ ഈ സംഗതികളൊക്കെ നടന്നിട്ടുള്ളതാണ്. പക്ഷേ ഇതിലെ രസകരമായ കാര്യം എന്ന് വെച്ചാൽ വിജയനഗര എംപയറും ഒരു ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ ഫോളോ ചെയ്തിരുന്ന ഒരുപാട് മുസ്ലിം ജനറൽസും നോബിൾസും മന്ത്രിമാരൊക്കെ ഉണ്ടായിരുന്ന ഒരു രാജവംശമാണ്. അതേ ഈ കാലഘട്ടത്തൊക്കെ കഴിഞ്ഞ് പിന്നീട് പിൽക്കാലത്ത് ടിപ്പു സുൽത്താൻ ഇവിടെ വരുന്നു. വോഡയാർ രാജവംശത്തെ ഹൈദരാലി ഡീപ്പോസ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേഷനിലും ഉന്നത അധികാരങ്ങളിൽ ഇരിക്കുന്നത് പലരും എല്ലാവരും മുസ്ലിങ്ങളൊന്നുമല്ല, ഈ ബ്രാഹ്മിൻ അല്ലെങ്കിൽ പല പല കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളാണ്. മുഗൾസിൻ്റെത് നമുക്കറിയാം. മുഗൾസും രാജ്പുത്സും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ലിറ്ററലി ഒരു സെമി രാജ്പുത്താണ് മുഗൾ എന്ന് പറയാം. കാരണം അക്ബറിൻ്റെ ഇതിന് ശേഷം മിക്ക മുഗൾ എംപറേഴ്സിൻ്റെയും മാതാവ് എന്ന് പറയുന്നത് രജപുത്സാണ്. ഈ അമ്മമാരും ആ സിസ്റ്റമൊക്കെ വളർത്തിയ ആ ഒരു കൾച്ചറിലൊക്കെ തന്നെയാണ് അവർ ജീവിച്ചിട്ടുള്ളത് എന്നുള്ളതൊക്കെ നമുക്കറിയാൻ സാധിക്കും. ഇപ്പം ഞാനിതൊക്കെ പറയാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഇത്രത്തോളം ഡൈവേഴ്സ് ആയിട്ടുള്ള ഇത്രയധികം വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ള രസകരമായിട്ടുള്ള അത്ഭുതങ്ങളുടെ നമ്മുടെ ദ വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ഈ ഒരു രാജ്യത്തിനെ അങ്ങനെ ഏതെങ്കിലും ഒരു അച്ചിൽ അടയാളപ്പെടുത്താൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു പുസ്തകത്തിലേക്ക് വരുമ്പോഴും ഇതിൻ്റെ ഈ ഒരു ഡൈവേഴ്സിറ്റി, ഈ വ്യത്യസ്തങ്ങളായിട്ടുള്ള കമ്മ്യൂണിറ്റീസ് എങ്ങനെ അവർ ജീവിച്ചിരുന്നു, അവരെങ്ങനെ ഇൻട്രാക്ട് ചെയ്തു, അവരെങ്ങനെ അവരുടെ ജീവിതം കെട്ടിപ്പടുത്തു എന്നുള്ളത് ഒരു മോഡേൺ കാലഘട്ടത്തിൽ ആ ഒരു ക്യാപിറ്റലിസ്റ്റ് രീതിയിലേക്ക് അവരെങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളതൊക്കെ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നൊരു പുസ്തകമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് വളരെ ഹൈലി സജസ്റ്റഡ് ആയിട്ടുള്ളൊരു ബുക്കാണ്. ഇപ്പോൾ ഇതിലെ ചാപ്റ്റേഴ്സ് ഞാനൊന്ന് വായിക്കാം. ഞാൻ ഈ ഒരു പോഡ്കാസ്റ്റ് ഇങ്ങനെ ഇവോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ആദ്യം വിചാരിച്ചിട്ടില്ല. ഞാൻ ഇങ്ങനെ ഒരു പുസ്തകം എടുത്ത് വായിക്കും. ഇപ്പോൾ പണ്ടായിരുന്നെങ്കിൽ ഞാനൊരു ആഴ്ചയിലൊരു 2-3 പുസ്തകമൊക്കെ വായിക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നു. ഇപ്പം അതൊന്നും നടക്കുന്നില്ല. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ പോഡ്കാസ്റ്റ് എത്ര പേര് കേൾക്കും കാണുന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ പുസ്തകങ്ങൾ വായിക്കുകയോ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇതിൽ ആളുകൾ കമൻറ്റ് ചെയ്യും, അഭിപ്രായങ്ങൾ പറയും. അങ്ങനെ കൂടുതൽ പുസ്തകങ്ങൾ വായിക്കാനും അതൊരു വലിയ ചർച്ചയാക്കാനും സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ ചാപ്റ്റേഴ്സ് ഇപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ കാലഘട്ടം മുതൽ
നമ്മൾ ഇന്ത്യക്ക് മെർച്ചൻ്റ് അല്ലെങ്കിൽ ബിസിനസ് എന്നുള്ള രീതിയിൽ വലിയൊരു ഹെറിറ്റേജ് ഉണ്ട്. ഇപ്പോൾ മധ്യകാലഘട്ടങ്ങളിൽ മുസ്ലിം ട്രേഡേഴ്സ് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ കടന്നുവരവോടുകൂടി, അതുപോലെ തന്നെ ഇസ്ലാം എന്ന് പറയുന്നതിൽ കൂടുതൽ നമ്മളുടെ സെൻട്രൽ ഏഷ്യൻ ഇൻട്രാക്ഷൻസിൻ്റെ ഒരു കൂടുതലോട് കൂടിയൊക്കെ ഇതിൽ വലിയ രീതിയിലുള്ള ഒരു എന്താ പറയുക കൾച്ചറൽ ഷിഫ്റ്റും സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ക്യാപിറ്റൽ മണി ഇൻ ഇറ്റ് സെൽഫ് ഈസ് എ റിലീജിയൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ രീതിയിലുള്ള ആ ഒരു ഓൺട്രപ്രീനിയൽ സ്പിരിറ്റ് ഓരോ കമ്മ്യൂണിറ്റീസിന് വരുമ്പോഴാണ് വലിയ മാറ്റങ്ങൾ വരുന്നത്. അതിൽ തന്നെ ഈ റിസ്ക് ക്യാപിറ്റൽ അല്ലെങ്കിൽ വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നതിന് പുതിയ കാര്യങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഓരോരുത്തർ ഏത് രീതിയിലാണ് തയ്യാറാവുന്നത് എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു രീതിയിൽ പല കമ്മ്യൂണിറ്റീസിനും എന്തുണ്ട്, ആ രീതിയിലുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും ക്യാപിറ്റലിസത്തിൻ്റെ ലോകത്തിലെ ചരിത്രം ആഡം സ്മിത്തിൻ്റെ കാലഘട്ടം മുതൽ നമ്മളുടെ പിൽക്കാലത്തുള്ള ഏതെടുത്താലും ഇപ്പോൾ അറ്റ്ലസ് ഷ്രഗ്ഡ് എന്ന് പറഞ്ഞ പുസ്തകമൊക്കെ നിങ്ങൾക്ക് അറിയണ്ടോ. അപ്പോൾ അതിലേക്കൊക്കെ എത്തിപ്പെടുന്ന ആ ഒരു സംഗതി ഉണ്ടല്ലോ, ആ ഒരു ഇൻഡിവിജ്വലിസ്റ്റ് സ്പിരിറ്റ്, നമ്മൾ ഒരു സ്വന്തം എഫേർട്ടിലൂടെ വലിയൊരു നിലയിലേക്ക് എത്തിപ്പെടുന്നു. ആ ഒരു സംഗതിയാണ് പിന്നെ ക്യാപിറ്റലിസത്തിൻ്റെ, അതായത് ഇൻഡിവിജ്വൽ പ്രൈവറ്റ് ഓൺട്രപ്രീനിയോറിയൽ എഫേർട്ട് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് പലപ്പോഴും നമ്മൾ പുഷ് ചെയ്ത് കാണാറ്. പക്ഷേ ഇതിലൊരു വലിയ കമ്മ്യൂണിറ്റി സപ്പോർട്ടുണ്ട്. പലപ്പോഴും ബിസിനസ് എൻ്റർപ്രൈസുകളൊക്കെ നിലനിന്ന് പോകാനുള്ള കാരണം ആ ഒരു കോറായിട്ടുള്ളൊരു സപ്പോർട്ട് ഫാമിലിയിൽ നിന്ന് കിട്ടുന്നതുകൊണ്ടാണ്. നോട്ട് ജസ്റ്റ് ഇൻ എന്താ പറയുക വർക്കായിട്ടോ അല്ലെങ്കിൽ മോറൽ സപ്പോർട്ട് മാത്രമല്ല, ഇതിന് വേണ്ട ഹാർഡ് മണി, ക്യാപിറ്റൽ, ക്യാഷ് ഇതൊക്കെ ഫ്ലോ ചെയ്യുന്നത് ഈ കിൻഷിപ്പ് ആൻഡ് കമ്മ്യൂണിറ്റി നെറ്റ്വർക്ക്സിലൂടെയാണെന്നുള്ളത് പലപ്പോഴും എംഫസൈസ് ചെയ്യപ്പെടാത്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ കാസ്റ്റിനും കമ്മ്യൂണിറ്റിക്കും ഒക്കെ വലിയ രീതിയിൽ ബിസിനസ് സക്സസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം നമുക്ക് കുറേയൊക്കെ കോമൺ സെൻസിൻ്റെ ഭാഗമായിട്ട് അറിയുന്ന കാര്യങ്ങളാണെങ്കിലും അതിനൊരു എന്താ പറയുക ഒരു സ്ട്രക്ചേർഡായി സയൻറ്റിഫിക് ആയിട്ടൊക്കെ പഠിക്കുകയും കൈകാര്യം ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു പുസ്തകമാണ്. ഇതിൽ ബ്രാഹ്മിൻ ഖത്രി ബാബു എന്ന് പറഞ്ഞിട്ട് നോർത്ത് ഇന്ത്യയുടെ ആ ഒരു ഭാഗത്തുള്ള ഒരുപാട് ഫേമസ് ഓൺട്രപ്രീനേഴ്സും അവർക്ക് പിൽക്കാലത്ത് സംഭവിച്ചതുമൊക്കെ വളരെ മനോഹരമായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 4ാമത്തെ ചാപ്റ്റർ കമ്മ റെഡ്ഡീസ് ആൻഡ് രാജു. ശരിക്കും നമ്മൾ ആന്ധ്ര, തെലങ്കാന ഈ 2 സംസ്ഥാനങ്ങളുടെയും ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. ഇന്നും ക്യാപിറ്റലിന് പൊളിറ്റിക്സിലൊക്കെ വലിയ റോളുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇത് വായിച്ചപ്പോൾ ഞാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചത് ഇതിനകത്ത് നമ്മുടെ അല്ലു അർജുൻ്റെ ഒക്കെ ഫാമിലി, അതുപോലെ തന്നെ ഇപ്പോൾ സാമന്ത കിനേനി അവർ വന്നിട്ടുള്ള കല്യാണം കഴിച്ചിട്ടുള്ള ആ ഒരു ഫാമിലി, അപ്പോൾ അതിൻ്റെയൊക്കെ ചരിത്രം ഒരു 4 ജനറേഷൻ മുമ്പത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ഈ ക്യാപിറ്റൽ അവർ അഗ്രികൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടുള്ള അതിൽ നിന്ന് സർപ്ലസ് ഉള്ള പൈസ അവർ പല ഇൻഡസ്ട്രിയിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടമായിട്ട് മൂവി ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്തതും നമ്മുടെ രാമോജി ഫിലിം സിറ്റീൻ്റെയൊക്കെ കഥയൊക്കെ ഭയങ്കര രസകരമായിട്ട് ഈ പുസ്തകത്തിൽ ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ കമ്മ റെഡ്ഡി രാജു, അതുപോലെ മാട്രിക്സ് ലബോറട്ടറീസ്, റെഡ്ഡി ലബോറട്ടറീസ്, ഇങ്ങനെയൊക്കെയുള്ള തെലുങ്ക് ആ ഒരു തെലങ്കാന പ്ലസ് ആന്ധ്ര ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള ക്യാപിറ്റലിസ്റ്റുകളെ കുറിച്ചിട്ടുള്ള കഥ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ഇതാണ്. ഇപ്പോൾ ഇത് ഞാൻ വായിച്ച് ഒരു ചെറിയ ബ്രേക്കിന് ശേഷമാണ് ഇപ്പോൾ ഈ ഡിസ്കഷൻ. അതുകൊണ്ടാണ് എനിക്ക് അതിൽ ഇൻഡിവിജ്വലായിട്ടുള്ള പോയിൻറ്റ്സ് ഒന്നും എടുത്ത് പറയാൻ സാധിക്കുന്നില്ല. അടുത്ത വീഡിയോയിൽ ഞാൻ ആ പുസ്തകം വായിക്കുന്ന ആ ഒരു നമ്മൾ ചൂടിലിരിക്കുന്ന സമയത്ത് തന്നെ ചർച്ച ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നാവുമെന്ന് തോന്നുന്നു. പിന്നെയുള്ളത് കൊങ്കുനാട് നായിഡു ഗൗണ്ടേഴ്സ്, അതായത് കോയമ്പത്തൂരിൻ്റെ കഥ ഭയങ്കര രസകരമായ കഥയാണ്. നമുക്കറിയാം കേരളത്തിൽ നിന്ന് ഇപ്പോൾ പാലക്കാട് നിന്ന് 45 കിലോമീറ്റർ പോയാൽ കോയമ്പത്തൂരായി, തമിഴ്നാട്ടിൻ്റെ കൊങ്കുനാട് എന്നറിയപ്പെടുന്ന പ്രദേശം. അപ്പോൾ നമ്മൾ പ്രദേശങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പൊതുവെ പറയുന്ന അതിമനോഹരമായ അല്ലെങ്കിൽ ഫലഭൂയിഷ്ടമായ ഇതൊന്നും അവിടെ പ്രാക്ടിക്കലായിരുന്നില്ല. അവിടുത്തെ അതിനത്ര എന്താ പറയുക ഫിറ്റിംഗ് ആയിരുന്നില്ല. പക്ഷേ ആ നാട്ടിൽ ഹാർഡ് വർക്ക് കൊണ്ട് അവർ ഒരു അഗ്രികൾച്ചറൽ സർപ്ലസ് ഉള്ളൊരു നാടാക്കിയിട്ട് കോയമ്പത്തൂരിനെ മാറ്റാനും അതിനെ ചുറ്റിപ്പറ്റി തിരുപ്പൂരും അടങ്ങുന്ന പ്രദേശങ്ങളിൽ എങ്ങനെ ഇന്ന് നമ്മൾ കാണുന്ന ഒരു വലിയ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഉണ്ടായതും ഒക്കെ രസകരമായിട്ട് ഈ പുസ്തകത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇത് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, പലപ്പോഴും പൊളിറ്റിക്സിനെ റീഡ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ബിസിനസ്സിനെ റീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒന്നോ രണ്ടോ നമ്മളുടെ മനസ്സിൽ ഓൾറെഡി ഫീഡ് ചെയ്യപ്പെട്ടുള്ള ചില ഐഡിയാസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ റീഡ് ചെയ്യുന്നത്. അത് തെറ്റിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഞാൻ നേരത്തെ മാർക്സിനെ പറഞ്ഞ പോലെ മാർക്സ് ഉണ്ടാക്കിയ ഒരു മാർക്സിസ്റ്റ് ഫ്രെയിം വർക്കിൽ ബിസിനസ്സുകളുടെയും മറ്റുമൊക്കെ എക്സ്പാൻഷനും ഇതുപോലെ ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് ഈ ബിസിനസ്സൊക്കെ ക്യാപിറ്റലിസ്റ്റ് എന്താ പറയുക മൈൽഡ് വിത്ത് പൊളിറ്റിക്സുമായിട്ട് ഭയങ്കരമായിട്ട് ഇൻ്റർലിങ്ക് ചെയ്ത് ഇൻ്റർട്വൈൻഡ് ആണെന്ത് ഈ ക്യാപിറ്റലിൻ്റെ ഒക്കെ കഥ. ഇതിലെ പല പുസ്തകത്തിൽ പറയുന്ന വലിയ ബിഗ് ഇൻഡസ്ട്രിയലിസ്റ്റുകളും പിൽക്കാലത്ത് എം പിമാരും കേന്ദ്രമന്ത്രിമാരൊക്കെ ആയ കഥ, MLA-മാരായൊക്കെ കഥ നമുക്ക് കാണാം. അല്ലെങ്കിൽ അവരുടെ ബ്രദറോ സിസ്റ്ററോ അല്ലെങ്കിൽ അമ്മാവനൊക്കെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതും. അപ്പോൾ നമ്മളെ രാജ്യത്തെ ബാധിച്ചിട്ടുള്ള വലിയൊരു പ്രശ്നമാണല്ലോ ഇത്, മണി പവർ ബീയിങ് എന്താ പറയുക വലിയൊരു ബിഗ് ഫാക്ടർ ഇൻ പൊളിറ്റിക്സ്.
അപ്പോൾ അത് എന്തുകൊണ്ട് സംഭവിച്ചു? ഇതിന് ഈ പറഞ്ഞ നമ്മളുടെ മുമ്പുണ്ടായിരുന്ന ലൈസൻസ് രാജുവായിട്ടൊക്കെ ബന്ധമുണ്ട്. ഒരു ലൈസൻസ് കിട്ടി നിങ്ങൾക്കൊരു ഒരു സംരംഭം തുടങ്ങണമെങ്കിൽ സർക്കാരിൻ്റെ ഒരു പിന്തുണയില്ലാതെ പറ്റില്ല. പിന്നെ നമ്മളുടെ ഒരു മിത്ത് എന്ന് പറയുന്നത് 1991 കൂടി ഇതൊക്കെ അബോളിഷ്ഡ് ആയി. സ്റ്റേറ്റിന് ബിസിനസ്സിലുള്ള റോളൊക്കെ കുറഞ്ഞു എന്നൊക്കെയാണ് നമ്മൾ പറയപ്പെടുന്നത്. എന്നിരുന്നാൽ കൂടി ഇപ്പോൾ GST റേറ്റ് അടക്കം ഒരുപാട് ഗവൺമെൻറ് പോളിസീസിനെ ലോബി ചെയ്യുന്നതിൽ ബിസിനസ് ഇൻട്രസ്റ്റുകൾക്ക് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ളൊരു റോൾ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഈ രീതിയിൽ പൊളിറ്റിക്സും എക്കണോമിക്സും ഒക്കെ ഇൻ്റർട്വൈൻഡ് ആയി കിടക്കുന്ന ഒരു പൊളിറ്റിക്കൽ എക്കണോമി ഒരു ഐഡിയ ഉണ്ടാക്കാനും കൂടി ഈ പുസ്തകം നമ്മളെ സഹായിക്കും. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇത് എഴുതിയത് നമ്മളുടെ ഹരീഷ് ദാമോദരൻ ഈ പുസ്തകം എഴുതിയതൊരു എന്താ പറയുക, ന്യൂ ഇന്ത്യ ഫൗണ്ടേഷൻ്റെ ഒരു ഫെലോഷിപ്പ് കിട്ടിയതിന് ശേഷമാണ്. അപ്പോൾ ആ ഒരു ഫെലോഷിപ്പും ഭയങ്കര രസകരമാണ്. പുസ്തകം എഴുതാൻ ആഗ്രഹിക്കുന്ന നല്ല പ്രൊഫൈലുള്ള ആളുകൾക്ക് ഈ ന്യൂ ഇന്ത്യ ഫൗണ്ടേഷൻ ഒരു നല്ലൊരു എമൗണ്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഒരു വർഷമോ എത്രയോ സമയമെടുത്ത് നിങ്ങൾക്ക് ഈ പുസ്തകം പൂർത്തിയാക്കാനുള്ളൊരു അവസരമുണ്ട്. ഈ ന്യൂ ഇന്ത്യ ഫൗണ്ടേഷനെ കുറിച്ചിട്ട് അവരുടെ ഫെലോഷിപ്പൊക്കെ ഒന്ന് എഴുതാനും ഒക്കെ താല്പര്യമുള്ളവർക്ക് നോക്കാവുന്നതാണ്. പക്ഷെ നല്ല പ്രൊഫൈലുള്ള നല്ല ഇതുപോലെയുള്ള നല്ല റിസർച്ച് ഇൻറ്റൻസ് ആയിട്ടുള്ള പുസ്തകങ്ങൾക്കാണ് അത് കൊടുക്കുന്നത്. ഈ ആ ഫൗണ്ടേഷൻ്റെ ഈ ഒരു ഫെലോഷിപ്പ് കിട്ടിയ വേറെയും പുസ്തകങ്ങൾ എനിക്ക് ചർച്ച ചെയ്യാനുണ്ട്. കാരണം അത്യാവശ്യം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നല്ല രീതിയിൽ റിസർച്ച് നടത്തി വരുന്ന പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യുന്നൊരു ഇതാണിത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ പറഞ്ഞ ക്യാപിറ്റലിൻ്റെ ഈ ഒരു ഗ്രോത്തും അതിന് പൊളിറ്റിക്സ് ആയിട്ടുള്ള ബന്ധമൊക്കെ നമ്മുടെ നാട്ടിലും നമ്മുടെ രാഷ്ട്രീയം റീഡ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും കേരളത്തിലെയൊക്കെ രാഷ്ട്രീയം ഈ ഒരു രീതിയിൽ പോകുന്നതിൻ്റെ ഒരു കാരണം ഇവിടുത്തെ ക്യാപിറ്റലിൻ്റെ ആ ഒരു സ്വഭാവമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ക്യാപിറ്റൽ ഉള്ളതുകൊണ്ട് ഇപ്പം ഒരു മെറ്റീരിയലിസ്റ്റ് പെർസ്പെക്റ്റീവിൽ കുറേ ക്യാപിറ്റൽ കിട്ടിയതുകൊണ്ട് ഐ ഡോണ്ട് തിങ്ക് യു ആർ ഗോയിങ് ടു ഇൻഫ്ലുവൻസ് പൊളിറ്റിക്സ്. പൊളിറ്റിക്സിന് ഇൻഫ്ലുവൻസ് ചെയ്യണമെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള സോഷ്യൽ ഫോൾട്ട് ലൈൻസ്, സൊസൈറ്റിയിലെ അധികാരവും ലെജിറ്റിമസിയും ഒക്കെ ഒഴുകുന്ന ചാനലുകൾ കണ്ടെത്തി അതിലേക്ക് ഇൻവോൾവ് ആവാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ അത് സാധിക്കുന്ന വ്യക്തികൾക്ക് ഒരുപക്ഷെ ക്യാപിറ്റൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ ഒരു ഹീറോ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ ഒരു ചേഞ്ച് മേക്കർ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ ഒരു പ്രോപ്പർ എന്താ പറയുക ഏജൻറ്റ് ഓഫ് ചേഞ്ചോ അല്ലെങ്കിൽ മൊബിലൈസേഷനെ പറ്റിയ ഒരു പോളായിട്ടൊക്കെ നിങ്ങളുടെ സൊസൈറ്റിയോ കമ്മ്യൂണിറ്റിയോ ഒക്കെ അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ അപ്പുറത്തേക്കുള്ള ഒരു തോട്ട് പ്രോസസ്സോ അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവണം. അങ്ങനെയുള്ള വ്യക്തികൾക്ക് വളരെ സിമ്പിളായിട്ട് ക്യാപിറ്റലിനെ ഇങ്ങനെ മൂവ് ചെയ്യാൻ സാധിക്കുന്നത് നമ്മൾ രാഷ്ട്രീയത്തിൽ കാണുന്നുണ്ടാവും. അപ്പോൾ ഈ ഫ്രെയിം വർക്കിനെ കുറച്ചുകൂടി റിഗറസ് ആയിട്ട് പ്ലേസ് ചെയ്യാനും ഇന്ത്യയുടെ ഈ ഒരു കാര്യം ഇപ്പോൾ വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഓക്സ്ഫാമിൻ്റെ ഒരു റിപ്പോർട്ടുണ്ട്. അപ്പോൾ ഓക്സ്ഫാമിൻ്റെ റിപ്പോർട്ട് പ്രകാരം 1% ഇന്ത്യൻസാണ് ഒരു 57% അടുത്ത് ഇന്ത്യൻ്റെ വെൽത്ത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയധികം വെൽത്ത്, ഇത്രയും വലിയൊരു ഇനീക്വാലിറ്റി ഇന്ത്യയിൽ ഉണ്ടാവാനുള്ള ഒരു കാരണം എന്താണ്? ഈ പറഞ്ഞ ഈ സോഷ്യൽ ക്യാപിറ്റലിൻ്റെ ഡിസ്ട്രിബ്യൂഷനിലുള്ള ഒരു അസിമെട്രി ഈ എക്കണോമിക് ക്യാപിറ്റലിൻ്റെ ഡിസ്ട്രിബ്യൂഷനിലും എന്ത് ചെയ്യുന്നുണ്ട്, റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം ഇതാണ്. ഇപ്പോൾ ഞാനൊരു ബിസിനസ് തോന്നുമ്പോൾ എനിക്ക് ഒരു സെക്യുലർ സോഴ്സസിൽ നിന്ന് അല്ലെങ്കിൽ ഗവൺമെൻറ് സംവിധാനത്തിൽ നിന്നൊക്കെ ഫണ്ട് റൈസ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഇന്ന് കുറച്ചുകൂടി ഉണ്ട്. പക്ഷേ വലിയൊരു കാലഘട്ടത്തിൽ അതില്ല. ഇന്നും എനിക്കൊരു വലിയൊരു എമൗണ്ട് പൈസ റൈസ് ചെയ്യണമെങ്കിൽ എനിക്കറിയാവുന്ന എൻ്റെ കുടുംബത്തിലൊക്കെ ആയിരിക്കും ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ കുടുംബത്തിൽ ചോദിക്കുമ്പോൾ ഒരു മൂത്ത അമ്മോനോടോ അല്ലെങ്കിൽ മറ്റൊക്കെ ചോദിക്കുമ്പോൾ അവർക്കറിയാവുന്ന ആളുകളോട് പറയും. അവരും മിക്കവാറും നമ്മളുടെ ഈ പറയുന്ന ഒരു കമ്മ്യൂണിറ്റി നെറ്റ്വർക്കിൽ നിന്നൊക്കെ വരുന്നവരായിരിക്കും. അപ്പോൾ അത് ആ രീതിയിൽ തന്നെ ക്യാപിറ്റൽ ഫ്ലോ ചെയ്യുന്നു, ക്യാപിറ്റൽ അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്നു, ക്യാപിറ്റൽ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നു, അതിൽ നിന്ന് പല പല സംഗതികൾ ഉണ്ടായി വരുന്നു. അപ്പോൾ ഈ ഗ്രോത്തിൽ സ്വാഭാവികമായിട്ടും നമുക്ക് കാസ്റ്റിനോ അല്ലെങ്കിൽ റിലീജിയനോ ഒന്നും മാറ്റി നിർത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഫ്രെയിം വർക്കുകളെ ചേർത്ത് നിർത്താനും ഇതിനെ കുറച്ചുകൂടി റിഗറസ് ആയി അണ്ടർസ്റ്റാൻഡ് ചെയ്യാനാണ് ഈ പുസ്തകം നിങ്ങളെ സഹായിക്കുന്നത്. അപ്പോൾ ഇതിലെനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ രസകരമായ കാര്യം ഇതിൻ്റെ ഫോർവേഡ് ചെയ്തിട്ടുള്ള നന്ദൻ നീലകനിയാണ്. നന്ദൻ നീലകനിയും അതുപോലെ തന്നെ നാരായണമൂർത്തിയും ഇൻഫോസിസിൻ്റെ നാരായണമൂർത്തിയും ക്രിസ് ഗോപാലകൃഷ്ണനൊക്കെ പോലെയുള്ള ഒരു ജനറേഷൻ ഓഫ് ഓണ്ടർപ്രണേഴ്സ് ഈ എന്താ പറയുക ഒരു ട്രഡീഷണൽ മോൾഡൊക്കെ ബ്രേക്ക് ചെയ്ത് വേറെ രീതിയിൽ വന്നിട്ടുണ്ട്. അത് എത്രത്തോളം ഫണ്ടമെൻ്റലായി ഇന്ത്യയിലെ സിറ്റുവേഷൻസ് ആൾട്ടർ ചെയ്തു എന്നുള്ളത് ഇറ്റ്സ് അനദർ ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ നമ്മളുടെ ഈ ടോപ്പ് യൂണിവേഴ്സിറ്റീസിലൊക്കെ അഡ്മിഷൻ കിട്ടുന്ന ആളുകൾ അല്ലെങ്കിൽ സിവിൽ സർവീസിലേക്കോ അല്ലെങ്കിൽ അധികാരത്തിലേക്ക് വേറെ രീതിയിൽ പൊളിറ്റിക്കൽ മൊബിലൈസേഷനിലൂടെയൊക്കെ കടന്നു വരുന്ന ആളുകളൊക്കെ എങ്ങനെയാണ് രാജ്യത്തെ ഒരു മറ്റൊരു ക്ലാസ്സും കാസ്റ്റുമായി മാറുന്നത് എന്നുള്ളതൊക്കെ ഇതിനോട് ചേർത്ത് വായിക്കാവുന്ന രസകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു കോൺവെർസേഷൻ ഇവിടെ അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഇത് എന്നെ ഇൻസ്പയർ ചെയ്യുന്നത് കൂടുതൽ പുസ്തകങ്ങൾ വായിക്കാനും അതിനോട് ബേസ് ചെയ്തിട്ടുള്ള കോൺവെർസേഷൻസ് ഉണ്ടാക്കാനാണ്. അപ്പോൾ മുമ്പ് വീഡിയോസൊക്കെ ചെയ്തിരുന്നു, പക്ഷേ അതൊന്നും കൺസിസ്റ്റൻ്റായി ചെയ്യാനൊന്നും എന്നെക്കൊണ്ട് സാധിച്ചിട്ടില്ല. ഇനിയും സാധിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല.
പക്ഷേ ഇതൊരു ഇഷ്ടപ്പെട്ട ഒരു സാധനം ആയതുകൊണ്ടും ഇതിൽ ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒബ്വിയസ്ലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 കാര്യങ്ങളാണ്. ഒന്ന് വായിക്കുക, രണ്ടാമത് എഴുതുക. രണ്ടും ഞാൻ വിചാരിക്കുന്ന ഒരു രീതിയിൽ ഒന്നും പോകുന്നില്ല എന്നുള്ള ഒരു ദുഃഖകരമായിട്ടുള്ളൊരു യാഥാർത്ഥ്യവും എൻ്റെ മുന്നിലുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പ്രൊജക്റ്റുമായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വായിക്കണമെന്ന് തോന്നുന്ന, ഞാൻ അഭിപ്രായം പറയണമെന്ന് തോന്നുന്ന പുസ്തകങ്ങൾ ഷെയർ ചെയ്യാം. ഇപ്പം ഇനി ഞാൻ വിചാരിക്കുന്നത് ഈ പുസ്തകങ്ങൾ വായിക്കുന്ന സമയത്ത് അതിൽ ഞാൻ ചെറിയ നോട്ട്സൊക്കെ എഴുതും. അതുപോലെ തന്നെ അതിൻ്റെ ചിലപ്പോൾ 1 2 പോർഷനായിട്ട് എടുത്തിട്ട് നല്ലൊരു ചാപ്റ്ററൊക്കെ ഉണ്ടാകും, ഭയങ്കരമായിട്ട് മൂവ് ചെയ്യുന്ന, ചിന്തിപ്പിക്കുന്ന ഒരു ചാപ്റ്ററൊക്കെ വരികയാണെങ്കിൽ ആ ചാപ്റ്ററിനെ കുറിച്ച് മാത്രമൊക്കെ ഇതുപോലെ വീഡിയോ എടുത്ത് സംസാരിക്കാനൊക്കെ ഉള്ളൊരു സ്കോപ്പ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലും മറ്റുമൊക്കെ അറിയിക്കുക. ഇത് ഇങ്ങനെയുള്ള കോൺവെർസേഷൻസിന് താല്പര്യപ്പെടുന്ന ആളുകളെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. ഞാൻ താഴെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര കോൺവെർസേഷനൊന്നുമല്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഇങ്ങനെ വായിക്കുന്ന കാര്യങ്ങളും എനിക്ക് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ ഗ്രൂപ്പിൽ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ വരുമ്പോഴും അതുപോലെ ചിലപ്പോൾ ഞാൻ വായിക്കുമ്പോൾ റാൻഡമായിട്ട് കാണുന്ന സാധനങ്ങളൊക്കെ അതിനകത്ത് ഷെയർ ചെയ്യാം. അപ്പോൾ എന്തായാലും കേട്ട എല്ലാവർക്കും നന്ദി. ഇത് തുടർന്ന് പോകണമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. പക്ഷേ ഇത് തുടരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കണം. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇത് കേൾക്കുന്നുണ്ടാവാം, എന്നിട്ട് ജസ്റ്റ് ഓക്കെ കുഴപ്പമില്ല, നല്ലതാവാൻ മോശമായിരിക്കും അല്ലെങ്കിൽ ബോറായിരിക്കും, നിങ്ങൾ ഇടയ്ക്ക് നിർത്തിപ്പോയിട്ടുണ്ടാവും. പക്ഷെ ഇത് തുടർന്ന് പോകണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും തന്നെ അറിയിക്കണം. ആ പറയുന്ന ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ കമൻറ്റ് ഇട്ടോളണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഏതെങ്കിലും ഒരു രീതിയിൽ തന്നെ അറിയിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അത് മുന്നോട്ട് പോകാനുള്ളൊരു പ്രചോദനമാവും. അത് ജസ്റ്റ് അറിയിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഞാൻ ഇന്ന പുസ്തകം വായിക്കണം, അല്ലെങ്കിൽ ഇന്ന ടോപ്പിക്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്, ചിലപ്പോൾ അതായിരിക്കും എന്നെ ഞാൻ കുറേ കാലമായിട്ട് വായിക്കാൻ വിചാരിച്ച് മാറ്റി വെച്ചിട്ടുള്ളൊരു പുസ്തകം വായിക്കാൻ പ്രചോദിപ്പിക്കുന്നത്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, ഗുഡ് നൈറ്റ്.